അങ്ങനെ കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് ഒരു മെസ്സേജ് ഒരുക്കിയത്. ഈസ് ദിസ് ഗോപാലകൃഷ്ണൻ? ഞാൻ ഇന്ന ആളാണ്. ഞാൻ അന്തം വിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാൻ ഐ ടോക്ക് ടു യു? മെസ്സേജില്ല. ആ അങ്ങനെ കൊടുത്ത് വിജയിച്ച ഒരു ലവ് ഉണ്ടായിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫസ്റ്റ് ലവ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ. ഞാൻ അങ്ങനെ മിണ്ടിയിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല. കോമഡി എന്ന് വെച്ചാൽ അത് ഒരുപാട് പേര് ഫസ്റ്റ് ലവ് ആയിരുന്നു. പിന്നീട് അറിയണേ. കോളേജിലും ഈ പറയുന്ന പോലെ ബസ്സിലൊക്കെ പോണ കാണാം. അപ്പൊ രണ്ടുപേരും ചിരിക്കും, ഇത്രേ ഉള്ളൂ, സംസാരമില്ല. ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ ചാറ്റ് ചെയ്ത് വിതിൻ നോ സെക്കൻഡ്സിൽ അറിയും, പറ്റിയെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ നടക്കും. മറ്റേ ചിലപ്പോൾ ഇത് അടി ചെയ്ത് ഒഴിക്കാമെന്നറിയില്ല. ചിലപ്പോൾ ഈ എഴുത്ത് വായിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരന്മാരായിരിക്കാം. അതെ, പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ റിയൽ ലവ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയ ആളാണ് ഞാൻ. അത് അങ്ങനെ ഒരു പെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത് എപ്പോഴും അങ്ങനെയാണ്. ലവിൽ ഫെയിലിയർ സംഭവിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൽ ഒരു പെയിൻ അത് അവിടെ കിടക്കണം. അത് വേറെ. ചിലതിന് നമുക്ക് പകരമില്ലല്ലോ അല്ലേ. മറ്റൊന്ന് വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, കോംപ്രമൈസ് മാത്രം. സിനിമയിൽ ആദ്യകാലം മുതൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് അപ്പുറത്തുണ്ടാവാം. പക്ഷെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ആക്ഷനും കട്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് എൻ്റെ കഥാപാത്രത്തിന് പെർഫോമൻസ് ചെയ്യുക. കാരണം അവനെ കാണാനാണ് ജനം വരുന്നത്. അത് അഭിനയിച്ച ദിലീപിൻ്റെ മാനസിക വിഷയങ്ങൾ അവർക്ക് വിഷയം ആവശ്യകതയില്ല. അപ്പം ഞാൻ മീശമാധവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു. ഞാൻ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ചെറിയല്ല, വേറെ ആംഗിൾ നോക്കുമ്പോൾ വലിയ ഇഷ്യൂ. ഞാനും ഒരു പ്രൊഡ്യൂസറും തമ്മിലുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ വലിയ വിഷയങ്ങളുണ്ടായി. അതിന് എന്നെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു. ഒന്നാമത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അതിൻ്റെ ഇടയിലാണ് മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഒരു ഇതിൽ പോലും ഞാൻ ഓക്കെ അല്ല. ആ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഈ കനൽക്കട്ടകൾ വാരിക്കോരിട്ടേക്കാന്ന് പറഞ്ഞാൽ നെഞ്ചിൽ അത്ര പ്രഷറിലാണ് ഞാൻ ചിങ്ങമാസം ചെയ്യണതും അട്ടക്കടി പൊട്ടക്കളൊക്കെ പാട്ടിൽ പെർഫോം ചെയ്തു. ഞാൻ മാറിയെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പൊള്ളാച്ചിയിലെ ഒരു മരത്തിൻ്റെ അടിയിൽ ഞാൻ പൊട്ടിക്കരയണം, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കണേ, എന്തറിഞ്ഞിട്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആവണമെങ്കിൽ ഓക്കെ ആ കട്ടിറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മാറി നമുക്ക് ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചോദിച്ചു പോകുന്നത്. അതിൻ്റെ റീസൺ, ഇന്നലെ റിലീസായ ഒരു മൂവി, അതിൻ്റെ സക്സസ് ആക്ച്വലി നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന മൂവി, പീപ്പിൾസ് ഫേവറേറ്റ്, അല്ല നമ്മളുടെ ഫേവറേറ്റ് ദിലീപേട്ടനെ വെൽക്കം ചെയ്യണം. ദിലീപേട്ട ഹായ്, വെൽക്കം. നമസ്കാരം. യെസ്. അപ്പോൾ എന്താണ് പവി? പവിത്രൻ. അതെ, പവിത്രൻ കെയർടേക്കറാണ്, നൈറ്റിൽ സെക്യൂരിറ്റിയാണ്. അതെ, 10-18 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന അയാൾ നാട്ടിൽ വന്ന് അയാളൊരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കറും സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പവിയെ 2 കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ആഡംബര ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി എന്ന് തന്നെ 2-3 ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും വേറെ ആയിരുന്നില്ലേ? നമ്മളിപ്പോൾ പറയൂല്ലോ, അതിൻ്റെ സ്വയം ഒരു അഹങ്കാരം ഉണ്ടല്ലോ ഇയാൾക്ക്. അതെ, ഉണ്ട്. നമ്മൾ പറയില്ല എനിക്ക് ഇത്ര വണ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് അഹങ്കരിക്കുന്ന രീതിയിൽ. കാരണം അയാളെ സംബന്ധിച്ച് ഒരുപാട് IAS-കാരും IAS-ഉം IPS-ഉം വക്കീലന്മാരും ഡോക്ടേഴ്സും ഒക്കെ താമസിക്കുന്നതിൻ്റെ കെയർടേക്കറാണല്ലോ. എല്ലാവരുടെ കാര്യത്തിൽ ഇടപെട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് പവിത്രൻ. അയാൾക്ക് ആവശ്യമില്ലാത്ത കാരണം കെയർടേക്കറാന്ന് പറഞ്ഞ് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പക്ഷെ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് പവിത്രൻ. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. പക്ഷെ ശുദ്ധനാണ്. ഞാൻ കണ്ട പവിത്രൻ ഭയങ്കര പാവമായിട്ട് ഒരു ശുദ്ധനായിട്ടുള്ള ഒരാള്. ഹാപ്പി. അതുകൊണ്ട് അയാളുണ്ടാക്കുന്ന മണ്ടത്തരങ്ങളും രീതികളും ഒക്കെ അങ്ങനെയാണ്. അപ്പം എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? കാരണം ഒരുപാട് റെസ്പോൺസുകൾ കിട്ടുന്നു, ഒരുപാട് കോളുകൾ വരും. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ 2-3 കോളുകൾ വരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു സിനിമ കണ്ടിട്ട് വിളിക്കുന്ന, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കോളുകൾ തന്നെയാണ്. സിനിമ റിലീസായി കഴിയുമ്പോൾ അതിന് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ ഗംഭീരമായിട്ടോ സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷമാണ് പങ്കുവെച്ചൊക്കെ. ഇപ്പോൾ ദിലീപേട്ടൻ ഒരു പബ്ലിക്കിൻ്റെ ഒരു ഫംഗ്ഷൻ ചെല്ലുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിലാണെങ്കിലും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലാണെങ്കിലും ആൾക്കാർ ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ദിലീപേട്ടൻ്റെ അടുത്ത്. ധൈര്യത്തോടെ ഡിമാൻഡ് ചെയ്യാം ദിലീപേട്ടൻ്റെ അടുത്ത്. ദിലീപേട്ട
ഞങ്ങൾക്ക് മറ്റേ ആ ടിപ്പിക്കൽ പക്ക ആ കോമഡി ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ ഒരു സംഭവം വേണം. അപ്പോഴൊക്കെ ദിലീപേട്ടനോട് പറയുമ്പോഴും ആണെങ്കിൽ യെസ് അത് വരും. പക്ഷേ ഇതിൽ ആക്ച്വലി ആ ഒരു സംഭവം ഞാൻ കിട്ടിയെന്ന് പറയാം, വലിയ ആൾക്കാരെ കിട്ടി. അപ്പം ഈ ആൾക്കാർ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ഇതിന് മുമ്പാണെങ്കിലും കുറേ ഈ ഒരു ഗ്യാപ്പിൽ ആക്ച്വലി ആ ദിലീപേട്ടൻ ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്? ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ ചോദിക്കോട്ടോ. അല്ല, നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് അങ്ങനത്തെ സംഭവങ്ങൾ വരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ദിലീപ് ഈസിക്കൽ ടു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നമ്മളെ കാണുന്നത്. അതെ. അപ്പം അങ്ങനെ കാണുമ്പോൾ ഞാൻ വെറുതെ കിടന്ന് തലകുത്തി മറിയോ ഇത് ചെയ്തിട്ടോ പെർഫോം ചെയ്തിട്ടോ കാര്യമില്ല. കണ്ടന്റ് വരണത് കറക്റ്റ് ആവുക എന്ന് പറയുന്നൊരു വിഷയമുണ്ട്, ഇല്ലേ? അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് ദൈവമേ അത് നല്ല കണ്ടന്റ് നമ്മളിലേക്ക് വരണേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നത്. ഓരോ കഥ കേൾക്കുമ്പോഴും ഞാൻ ദൈവമേ ഇത് ഗംഭീരമാവണേ എന്നുള്ള ഇരിപ്പിലാണ് ഞാൻ കഥ കേൾക്കാനിരിക്കണം. ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കും, ചിലപ്പോൾ ഒരനക്കം ഉണ്ടാവില്ല. അത് പറഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ ഇരിക്കും. ഭയങ്കര കോമഡിയാണെന്നൊക്കെ പറഞ്ഞ് വന്ന് പറയണ സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ടാവും. എന്നെ ഒരു സ്ഥലത്ത് പോലും അത് എന്നെ ചിരിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു ഇതാവണം. കാരണം എനിക്ക് ചിരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേറൊരാളെ ചിരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അവർ പറയുന്നത് ഉൾക്കൊണ്ടിട്ട് വേണം ഇനി ഞാൻ പെർഫോം ചെയ്യാൻ. പക്ഷേ എനിക്കതിനകത്ത് വെച്ചാൽ എനിക്ക് എന്താ പെർഫോം ചെയ്യുന്നതിനകത്ത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന തമാശ ഞാൻ ചെയ്താൽ ആൾക്കാർ ഓടിച്ചിട്ടടിക്കും എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. പണ്ട് ഞാൻ പറയില്ലായിരുന്നു, ഇപ്പം ഞാൻ തുറന്ന് പറയുന്നുണ്ട്. എന്നോടൊന്നും തോന്നരുത് കേട്ടോ, എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ടൈം നോക്കുമ്പോൾ ഇപ്പം അങ്ങനെയുള്ള ടിപ്പിക്കൽ ഭയങ്കര രീതിയിലുള്ള തമാശകളായിട്ടുള്ള കഥകൾ ദിലീപേട്ടൻ്റെ അടുത്ത് ആൾക്കാർ വരാറുണ്ട്, എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഫ്ലോപ്പ് ആയിട്ടുമുണ്ട് അല്ലേ ഒരുപാട്. അങ്ങനെ പലതരത്തിലും വരുന്നുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ വന്ന് രണ്ടുമൂന്നും നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതെന്നെ ചിരിപ്പിച്ചു. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും ഇപ്പം ഞാൻ ചെയ്യുന്നത് മറ്റേ ക്യൂനും ജനഗണമനയ്ക്കെതിരെ ഷാരിസിൻ്റെ രചനയിലുള്ള പടമാണ്. അതിൽ എൻ്റെ സംവിധാനം ബിൻഡോ സ്റ്റീഫൻ, ഡിജോടൊക്കെ കൂടെ ജോണി ചേട്ടനൊക്കെ ഉണ്ടല്ലോ. അതിലും ജോണി ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജോണി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, സിദ്ദിഖ്, ബിന്ദു, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്, അല്ലാണ്ട് പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 2 കൺട്രീസിൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കള്ളൂടി സ്വഭാവമുള്ള ഒരാൾ വന്ന പോലെ എന്നുള്ള ഭയങ്കര കറണ്ട് സിറ്റുവേഷൻ മാച്ച് ആവുന്ന രീതിയിലുള്ള ഓരോരോ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുക എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ രസകരമായിട്ട് നമുക്ക് തോന്നി. അപ്പം അങ്ങനെ ഈ പറയുന്ന പോലെ പറയുന്ന നമ്മുടെ പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി കഥ കൊണ്ടുവരുന്ന ആൾക്കാരും അതിൻ്റെ സംവിധായകരും അതിൻ്റെ കഥാകൃത്തുക്കളും ഒക്കെ ഗംഭീരമായിട്ടുള്ള സാധനം കൊണ്ടുവരണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നല്ല നമ്മളത് എക്സൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതിക്ക് മേലെ പെർഫോം ചെയ്യാനും പറ്റത്തുള്ളൂ ശരിക്കും. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കാല സിനിമകളുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത്. അതെ, അതാണ് നമ്മൾക്കുള്ള ടെൻഷൻ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് നൊസ്റ്റു ഫീൽ വരുമല്ലോ, അല്ലെങ്കിൽ ആ ടൈമിൽ ആ ലവ് ചെയ്യുന്ന പരിപാടി, ആ ഒരു റൊമാൻസിൻ്റെ ടൈം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ ഒരു പക്ഷേ ആ എഴുത്തിലൂടെയുള്ള പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് എത്രയോ ആൾക്കാരിപ്പം മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അല്ലെ ആഗ്രഹിക്കുന്നു ലവ് ലെറ്റർ എന്ന് പറയുന്ന സാധനം അല്ലേ? അതിനാ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു അങ്ങനെ ഒരു സുഖവും അത് ദിലീപേട്ടൻ്റെ ഓർമ്മയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയാമോ? ആ ടൈം അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ കോളേജ് നമുക്ക് സ്കൂളിൽ തുടങ്ങി ഫസ്റ്റ് ലവ് തുടങ്ങിയതാണ്. സ്വാഭാവികം ഒരു ക്രഷ് ഉണ്ടാവുക എന്നൊക്കെ പറയും. അതെ. പിന്നെ കോളേജ് പ്രണയം നമ്മളിൽ നിന്ന് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മളിൽ നിന്നൊക്കെ പ്രണയം പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ മെക്കാനിക്കലായി പോകും. അതെ, എന്തിനോടെങ്കിലും പ്രണയമില്ലെങ്കിൽ മനുഷ്യനില്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ അത് വേറെ ഫീലാണ്. ഇത് പറയുമ്പോഴും നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ വിഷയം ഉണ്ടല്ലോ. അത് അവരൊന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതായി, ആ ദിവസം സെറ്റാ. നമ്മൾ ആ ദിവസം അവർ ഫലഭൂയിഷ്ടമാക്കി എന്നുള്ള രീതിയിൽ ഇതൊന്നും എങ്ങനെ പറയും. അതിന് ചിലപ്പോൾ ഒരു ദൂതനുണ്ടാവും, ഹംസയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് എഴുതി വിട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊന്ന് എഴുതി എത്ര ഇത് കളയും. കാരണം ഇത് കറക്റ്റായിട്ട് വരണ്ടേ, ഇംപ്രസ് ചെയ്യണമല്ലോ. അത് മർമ്മത്ത് കൊള്ളുന്ന രീതിയിലായിരിക്കണം. ഇതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഫീൽഡ് ഇതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി ഇതൊന്ന് എത്തിക്കാൻ പെടുന്ന പാട്. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ ഇത് സാറിനോട് പറഞ്ഞ് അത് പൊളി, അങ്ങനെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നത്.
ഇനി സപ്പോസ് അത് ഒരു നല്ല രീതിയിലല്ല റെസ്പോൺസെങ്കിൽ അതോട് തകർന്ന് ഇതറിയാവുന്ന കൂട്ടുകാരന്മാർ തീർത്ത് നമ്മളെ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ ചാറ്റ് ചെയ്ത് വിതിൻ നോ സെക്കൻഡ്സിൽ എസ്ഓർ അറിയും, പട്ടിയെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ നടക്കും. മറ്റേ ചിലപ്പോൾ ഇത് അടി ചെയ്ത് ഒഴിക്കാമെന്നറിയില്ല. ചിലപ്പോൾ ഈ എഴുത്ത് വായിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സഹോദരന്മാരായിരിക്കാം. അതെ, പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് അന്നത്തെ ടെൻഷൻ. ശരിക്കും അതിന് റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ഭയങ്കരമായിട്ട് സംഭവമുണ്ട്. ഇപ്പോഴെന്ന് ഞാൻ കഥ കേട്ടപ്പോ നമുക്ക് ഒരു ആ സാധനം ഉണ്ടല്ലോ, ഈ കുറിപ്പിലൂടെ ഒരു കത്തിലൂടെ പ്രണയം കൈമാറുക എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ കൊടുത്ത് വിജയിച്ച ഒരു ലവ് ഉണ്ടായിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫസ്റ്റ് ലവ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ മിണ്ടിയിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല, പേടിയ ഒരു ഇതായിരുന്നു. പറഞ്ഞിട്ടില്ല. കോമഡി എന്ന് വെച്ചാൽ അത് ഒരുപാട് പേര് ഫസ്റ്റ് ലവ് ആയിരുന്നു, പിന്നീട് അറിയണേ. കൂട്ടുകാരന്മാരൊക്കെ ഓരോരുത്തന്മാരുടെ മനസ്സിലുണ്ട് ഇത്. പക്ഷേ ലൈഫിൽ ഒരു ഭയങ്കര രസകരമായ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെ ആ കുട്ടിയായിട്ട് മിണ്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നിട്ടില്ല. കോളേജിൽ പിന്നെ ഞങ്ങൾ കോളേജിൽ പോയി 2 കോളേജിലായിരുന്നു. പേരും കോളേജും ഒന്നും ഞാൻ പറയുന്നത് വേണ്ട. അത് കഴിഞ്ഞ് കോളേജിലും ഈ പറയുന്ന പോലെ ബസ്സിലൊക്കെ പോണ കാണാം. അപ്പോൾ രണ്ടുപേരും ചിരിക്കും, ഇത്രേ ഉള്ളൂ, സംസാരമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവരുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് എനിക്കൊരു മെസ്സേജ് ഒരുക്കുക. ഈസ് ദിസ് ഗോപാലകൃഷ്ണൻ, ഞാൻ ഇന്ന ആളാണ്. ഞാൻ അന്തം വിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാൻ ഐ ടോക്ക് ടു യു, മെസ്സേജിൽ. ഞാനിങ്ങനെ യെസ്. പിന്നെ ഇപ്പം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. പക്ഷേ നമുക്ക് അതേ പറയണേ, നമ്മൾ ഒരുപാട് ഭയങ്കര ഫീലുള്ള കാര്യങ്ങളില്ലേ. പക്ഷെ റിയൽ ലവ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയ ആളാണ് ഞാൻ. അങ്ങനെ മറ്റതൊക്കെ ഒരു ഫസ്റ്റ് ലവ്, എൻ്റെ ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. പക്ഷേ അതിൻ്റെ ഒരു റിയൽ ലവിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ ഒരു പെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത് എപ്പോഴും അങ്ങനെയാണ്. ലവിൽ ഫെയിലിയർ സംഭവിക്കുകയോ അത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരു പെയിൻ അത് അവിടെ കിടക്കുന്നത്, അത് വേറെ കിടക്കും. പിന്നെ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാടി കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇതിങ്ങനെ മാറാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് പോയി അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഫെയിലിയർ നമ്മൾ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, നമുക്ക് എന്തും പറയാൻ പറ്റുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, അത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയൊക്കെ വിഷയങ്ങൾ തന്നെയാണ്. അത് ഈ സിനിമയിൽ പറയുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രണയത്തിന് പ്രായമില്ല. എപ്പോൾ വേണേലും ആർക്ക് ആരോടും എന്ത് സംഭവിക്കാന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് പറയുന്ന പോലെ പവിത്രന് ഒരു പ്രണയം സംഭവിച്ചു, അത് രസകരമായിട്ടാണ് അത് പോകുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പവിത്രന്റെ പ്രണയം കത്തിലൂടെയാണെങ്കിലും നമ്മൾക്ക് ചോദിക്കാവുന്ന അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്ന് ചോദിക്കാവുന്ന എല്ലാ ടെക്നോളജിയും നമ്മളിതിൽ അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, കറക്റ്റാണ്. അത് എന്താണെന്ന് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ, നമുക്കൊരു ഫെയിലിയർ ഉണ്ടെങ്കിലും ഒരു പെയിൻ, ഏത് സ്കൂൾ ടൈം ആയിക്കോട്ടെ കോളേജ് ടൈം ആയിക്കോട്ടെ, അപ്പോൾ അത് ഈ ചില ടൈമിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മളെ അത് പ്രിക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ ആ ഒരു മെമ്മറി. അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കാം? അല്ല അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യുമോ? ചിലതിന് നമുക്ക് പകരമില്ലല്ലോ അല്ലേ, മറ്റൊന്ന് വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അതിനൊന്നും താരതമ്യപ്പെടുത്താൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇറീപ്ലേസബിൾ ആണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അത് അപൂർവം. ചിലത് 101 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇത് അതുമേലേക്ക് കയറി പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ നമ്മുടെ തന്നെ തോന്നലായിരിക്കാം, ചിലപ്പോൾ ഇതായിരിക്കും ബെസ്റ്റ്. നമ്മൾ തന്നെ ചിലപ്പോൾ മൈൻഡിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അത് ഏതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതെ, ഇതിലൂടെ അപ്പോൾ ഏത് ആർട്ടിസ്റ്റിനാണെങ്കിലും ആർക്കാണെങ്കിലും, ഇപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു ബാഡ് ഡേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് സുഖകരമല്ലാത്തൊരു കാര്യം കേൾക്കുമ്പോഴോ കാണുമ്പോഴോ നമ്മൾ ചെയ്യുന്ന ജോബിനെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. എസ്പെഷ്യലി അതൊരു ഇൻ ക്യാമറ പരിപാടിയാകുമ്പോൾ അതാണല്ലോ കൂടുതൽ ആൾക്കാർ അറിയുന്നത്. മറ്റേത് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നില്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. അപ്പം ഇത് എല്ലാവർക്കും കോമൺ ക്വസ്റ്റൻ ആണ്. ബട്ട് സ്റ്റിൽ പണ്ടും ഒക്കെ ദിലീപേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോൾ. പക്ഷെ ആ ഒരു ബാഡ് ഡേ ഇപ്പോൾ ഒരു ആക്ടിങ്ങിലോട്ട് വരുമ്പോൾ അല്ലെ ആക്ഷൻ പറയുമ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ദിലീപേട്ടൻ്റെ ഒരു പ്രൊസീജിയർ അതിനെ വിട്ട് കംപ്ലീറ്റ്ലി അതിൽ നമ്മൾ കഥാപാത്രമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ
എവിടെ നിർത്തിയാലും എവിടെ തുടങ്ങിയാലും സിനിമ എന്ന് പറയുന്നത് നമ്മൾ പല സമയത്ത് പല രീതിക്കും പല ടൈമിലൊക്കെ എടുക്കുന്ന ഒന്നല്ലേ. എന്നിട്ട് ഇത് ഒരു എഡിറ്റിംഗ് ടേബിളിലാണ് ഇതിൻ്റെ സിനിമ ആവുന്നത്. കലാകാരനെ സംബന്ധിച്ചിട്ട് ഇയാൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് ഈ കഥാപാത്രമായി മാറുന്ന നിമിഷം മുതൽ അയാൾ ക്യാമറയുടെ മുന്നിൽ അയാളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏത് വേഷം ചെയ്യുമ്പോഴും സിനിമയിൽ ആദ്യകാലം മുതൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് അപ്പുറത്തുണ്ടാവാം. പക്ഷെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ആക്ഷനും കട്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് എൻ്റെ കഥാപാത്രത്തിന് പെർഫോമൻസ് ചെയ്യുക. ആ സമയത്ത് ഞാൻ 100% അയാളോട് നീതി പുലർത്തിയിരിക്കണം. കാരണം അത് കമ്മിറ്റഡ് ടു ഓഡിയൻസാണ്. കാരണം അവനെ കാണാനാണ് ജനം വരുന്നത്. അത് അഭിനയിച്ച ദിലീപിൻ്റെ മാനസിക വിഷയങ്ങൾ അവർക്ക് ആവശ്യകതയില്ല. ഒരാവശ്യമില്ല. ശരിയാണ്. അവിടെ എനിക്ക് സന്തോഷമാണോ എൻ്റെ ദുഃഖമാണോ എന്നൊന്നും അവർക്ക് അറിയണ്ട. അതല്ലാത്ത വിഷയങ്ങളിലൂടെ അവർ അത് പേഴ്സണലായിട്ട് വേറെ കാര്യങ്ങളുണ്ട്. ഇൻ്റർവ്യൂസ് ഉണ്ടാവാം, അല്ല നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ 100-150 രൂപ കൊടുത്ത് കാണുന്ന സിനിമയിൽ കാണുന്ന കഥാപാത്രം വെച്ചാൽ അവൻ അതിനോടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. അതിൽ ഇയാളുടെ കണ്ണിൽ വരുന്ന എക്സ്പ്രഷനാണ് ഇവൻ കണക്ട് ചെയ്യണേ. അവിടെ എൻ്റെ ഈ കഥാപാത്രത്തിന് അപ്പുറമുള്ള റിയൽ ആളുടെ വിഷയങ്ങൾ അവർക്ക് വിഷയമല്ല, ബോധം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഞാൻ ക്യാമറയുടെ മുമ്പിൽ 100% സിൻസിയർ ആയിരിക്കണം. ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കണേ. അതെ. എൻ്റെ ഓരോ ചലനങ്ങളും അത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒപ്പിയെടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ആ ഫിലിമിൻ്റെ ഡയറക്ടർ, അയാളുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ പുള്ളിയുടെ മനസ്സിലുള്ള കഥാപാത്രം എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് പുള്ളിയുടെ മനസ്സിലാണുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആവണമെങ്കിൽ ഓക്കെ ആ കട്ടിറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് മാറി സാറ്റിസ്ഫാക്ഷനോടുകൂടി അതാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്ത് വിഷയത്തിനിടയിലും അതിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാധീനം. തീർച്ചയായിട്ടും. അതിന് നമ്മൾ ആ പവറിനോട് നമ്മൾ നന്ദി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഞാൻ മീശമാധവൻ ചെയ്യണ സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു. എന്നെ ഞാൻ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ചെറിയല്ല വേറെ ആംഗിൾ നോക്കുമ്പോൾ വലിയ ഇഷ്യൂ. ഞാനും ഒരു പ്രൊഡ്യൂസറും തമ്മിലുള്ളൊരു വിഷയത്തിൻ്റെ പേരിൽ വലിയ വിഷയങ്ങളുണ്ടായി. അതിന് എന്നെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു. അങ്ങനെയൊക്കെയുള്ളൊരു നിമിഷം നിൽക്കുകയാണ്. അത് ഒരു കോർട്ട് ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് ഇഷ്യൂസ് മുഴുവൻ. പക്ഷേ ഇത് മൊത്തത്തിൽ വേറെ ആംഗിളായി. പക്ഷെ ഞാൻ എല്ലാവരും വലിയ വില്ലനായി നിൽക്കുകയാണ് ആ പെർട്ടിക്കുലർ ടൈമിൽ. ആ സമയത്ത് മീശമാധവൻ ചെയ്തുകൊണ്ടിരിക്കണേ. ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മീശമാല പാട്ടുകളൊക്കെ മാറ്റി വെച്ചിരിക്കുക, ലാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഈ പെർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ചെയ്യുന്നത് ചിങ്ങമാസം എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ അട്ടക്കടി പടക, ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന. വായിച്ച ഒന്നാമത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അതിൻ്റെ ഇടയിലാണ് മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഒരു ഇതിൽ പോലും ഞാൻ ഓക്കെ അല്ല. അപ്പുറത്ത് ഞാൻ മാറിയെന്ന് അത്ര സങ്കടപ്പെട്ടുകൊണ്ട് എന്താ കാണിക്കണം, എന്താ ഇവർ ചെയ്യണം, ഇവർക്ക് അറിയില്ല എൻ്റെ സത്യം എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുക അപ്പുറത്ത്. അത് കേൾക്കുകയും ചെയ്യാം എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുന്നതാണ്. ലാലു പറഞ്ഞു അവന് ഫോൺ കൊടുത്ത ആരാണെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. അത് വേറെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഈ കനൽക്കട്ടകൾ വാരിക്കോരിട്ടേക്കാന്ന് പറഞ്ഞത്. നെഞ്ചിൽ അത്ര പ്രഷറിലാണ് ഞാൻ ചിങ്ങമാസം ചെയ്യണതും അട്ടക്കടി പൊട്ടക്കളൊക്കെ പാട്ടിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു തരി പോലും നമുക്ക് അറിയാതെ തന്നെ നമ്മളത് ആസ്വദിക്കുകയും ചെയ്തു. ഞാൻ മാറിയെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പൊള്ളാച്ചിയിലെ ഒരു മരത്തിൻ്റെ അടിയിലിരുന്ന് ഞാൻ പൊട്ടിക്കരയണം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്തിനാ ഇവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കണം, എന്തറിഞ്ഞിട്ടാ ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചിട്ട്. എന്നിട്ട് അപ്പോഴേക്കും ടേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പേരകം അതൊക്കെ മാറ്റി വേഗം ടച്ച് ചെയ്ത് വന്നിട്ട് പിന്നെ ഡാൻസ് കളിക്കണം. അത് കലാകാരനാണ്. നമ്മൾ ജോക്കറിൽ പറയില്ലേ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമ്മുടെ ആർക്ക് എന്ത് സംഭവിച്ചാലും കലാകാരൻ അല്ലെങ്കിൽ സർക്കസുകാരൻ എന്നൊക്കെ പറയുന്നത് ലൈഫ് ജോക്കർ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ബഹദൂർക്ക പോയ സമയത്ത് പറഞ്ഞ ഒരു ഡയലോഗ് തന്നെ. ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ടൈമാണ്. കാരണം നമ്മൾ ചെയ്ത മൂവിക്ക് ഇത്രയും നല്ല റിവ്യൂസ് ഫ്രം ജെനുവിൻ റിവ്യൂസ് കിട്ടുന്നു, ആൾക്കാർ എൻജോയ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഫാമിലി ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ആ ടൈമിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും നിലയോടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈമിൽ ഞാൻ ഓർത്തിരുന്നു ഇനി സിനിമ ചെയ്യുകയേ വേണ്ട എന്നുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഇത്രയും ഹാപ്പിനെസ്സും ആൾക്കാർ തന്നപ്പോൾ ഇപ്പോൾ ആ ഒരു പറഞ്ഞ ഒരു കാര്യങ്ങളിൽ നിന്ന് ഇപ്പം നമുക്ക് എപ്പോഴും തോന്നുന്ന വിഷയം. കാരണം എല്ലാം നല്ലതായിട്ട് സംഭവിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്.
അല്ലെങ്കിൽ മനുഷ്യരല്ലേ, പലവിധ ചിന്തകളും കാര്യങ്ങളൊക്കെ സംഭവിക്കില്ലേ. പക്ഷെ നമുക്ക് എന്നും ഇഷ്ടം സിനിമ തന്നെയാണ്. സിനിമയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക, നല്ല നല്ല വേഷങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പുതിയ കഥകളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടുക. അതെ, നല്ല കഥകളായിരിക്കണം കേട്ടോ. അതെ, വലിയ ആൾക്കാർ എന്നെ തെറി പറയും. ഓക്കെ, ഫൈനലി വേറൊരു കാര്യം കൂടെ. പല ആക്ടേഴ്സും ദിലീപേട്ടൻ്റെ കാര്യം പറയുന്നൊരു കാര്യമാണ്, നമ്മളെ കംഫർട്ടബിൾ ആക്കും. സെറ്റിലാണെങ്കിലും ആ ഒരു ഈവൻ ആദ്യം വന്ന ടൈമിൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം കാണുന്ന രീതിയിലല്ല ദിലീപേട്ടൻ പെരുമാറുന്നതും. അതുമാത്രമല്ല അവരുമായിട്ട് ഈവൻ ആക്ടേഴ്സും, പക്ഷേ ആക്ട്രസ്സുകൾ കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുഡൻസ് എങ്ങനെയാണ് ആ ഒരു കംഫർട്ട് സോൺ ആക്കുക, അല്ലെങ്കിൽ ഈവൻ പുതിയതായി വരുന്ന ആക്ട്രസ്സുകൾ വരെ അങ്ങനെ പറയുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ടെക്നിക് ടു മേക്ക് ദം കംഫർട്ടബിൾ? അല്ല, എനിക്ക് സത്യത്തിൽ ഞാൻ കംഫർട്ടാവാൻ ശ്രമിക്കുന്നതാണ്. കാരണം എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആൾ, എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആൾ, ഞാൻ അവർ തമ്മിൽ ഭയങ്കര അവർ എനിക്ക് സിനിമയിലെ ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ, അമ്മ, മകൻ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ആ കഥാപാത്രത്തിന് ജന്മം തന്ന ആൾക്കാർ അച്ഛനും അമ്മയും. അവർ തമ്മിലുള്ള റാപ്പ് ഉണ്ടല്ലോ, ഒരു കെമിസ്ട്രി ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഞാൻ എൻ്റെ കാമുകി, ഞാനും അവരും പ്രണയത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ, ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഇത് ഈ പറയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു അല്ലാതൊരു കെമിസ്ട്രി മനസ്സിൽ ഉണ്ടാവണം, ഒരു ഇഷ്ടം ഉണ്ടാവണം, ബോണ്ട് വരണം. അതെ, നാച്ചുറലി ആ ബോണ്ടാണ് അവിടെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഏത് റിലേഷനിലുള്ള ആൾക്കാരാണെങ്കിലും, ഹസ്ബൻഡും വൈഫോ, ലവേഴ്സ് ആണെങ്കിലോ, അച്ഛനമ്മയാണെങ്കിലോ, സഹോദരങ്ങളാണെങ്കിലോ, ഫ്രണ്ട്സ് ആണെങ്കിലോ, ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കംഫർട്ടാകുമ്പോൾ നമുക്ക് ഈസിയാണ്. ഇപ്പം നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെ ചെല്ലുമ്പോൾ ദൈവമേ ഇവർ വിചാരിക്കുമോ ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഒരു തിങ്കിങ് എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്ന ഒരാളുടെ ഫീൽ എന്തെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് പറയും നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഒരു ടെൻഷൻ ടൈം എടുത്ത് ചെയ്യും, എന്നെ ഓർത്തിട്ട് ടെൻഷൻ ആവരുത്. ഇല്ല അതല്ല, അപ്പം തന്നെ പകുതി അവരുടെ പ്രശ്നം മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ഒരു കംഫർട്ട് സോണിലായാലാണ് ഒരു പ്രോഡക്റ്റ് നന്നാവുള്ളൂ. അതുകൊണ്ടാണ് അതുകൊണ്ട് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ഫാമിലിയാണ്. ആ സിനിമ തീരുന്നവരെ അതാണ് നമ്മുടെ കുടുംബം. അതെ അല്ലേ? അതെ. കൂടുതലും ദിലീപേട്ടൻ്റെ കൂടെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്ത ഹീറോയിൻസ് അത് പറഞ്ഞത് എനിക്ക് കേട്ടിട്ടുണ്ട്. ലൈക്ക് ആ ഒരു കംഫർട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുഡൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആൾക്കാരും ലൈക്ക് ആ ഒരു കംഫർട്ട് സോണിലാക്കാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അടിപൊളി. പിന്നെ അവരും പറയാം ഇടയ്ക്ക് ഞങ്ങൾ പ്രാങ്കൊക്കെ ചെയ്യാറുണ്ട്, നവ്യൊക്കെ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ മറ്റേ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഊമയായിട്ട് അഭിനയിച്ച് പ്രാങ്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഇടയ്ക്ക് വേണം. നമ്മുടെ ലോകം എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യാൻ പോയാൽ പിന്നെ അതിൻ്റെ അകത്താണ്. അവിടെ നമുക്ക് നേരം പൊക്കളൊക്കെ ഇല്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു മെക്കാനിക്കൽ ലൈഫായിട്ട്, കാരണം രാവിലെ ജോലിക്കുക, വൈകുന്നേരം വരിക, ജോലി അവിടെ മാറിയിരിക്കുക, പിന്നെ വിളിക്കുമ്പോൾ അഭിനയിക്കുക. അഭിനയം ഒരു തൊഴിലായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്, ഭയങ്കര മോണോട്ടണസ് ഫീൽ ചെയ്യും. ജോബായിട്ട് കാണുമ്പോൾ നമുക്ക് അതിനകത്തൊരു എന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. പിന്നെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അത് നമ്മുടെ ജീവിതമാർഗമായി, അതിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പൈസയും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ എല്ലാം കൊണ്ട് വരുന്നൊരിതാണ്. പിന്നെ ജനിച്ചു 4 പേര് അറിയാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കലാകാരന്മാർക്കും കലാകാരികൾക്കും സിനിമയിൽ നിന്ന് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ദിലീപേട്ടൻ ഫാമിലി ആയിട്ട് കണ്ടോ? കുട്ടീസൊക്കെ എന്ത് പറയുന്നു ഈ മൂവി കണ്ടിട്ട്? കുട്ടി ഞാൻ കാവ്യം ഇളയാളം കണ്ടത് ചെന്നൈയിലാണ്. ചെന്നൈ. അപ്പോൾ അതിനകത്ത് അവൾ വിളിച്ചിട്ട് പറയാ, ഞാൻ അതിനകത്ത് ഈ മറ്റേ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ അഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഷർട്ട് അഴിച്ച് മാറ്റിയിട്ട് മുണ്ട് ഉടുക്കാൻ വേണ്ടി ഡ്രസ്സ് അഴിച്ചോണ്ടേ, അമ്മ അച്ഛൻ എന്താ കാണിക്കണം, എല്ലാവരും കാണുകയല്ലേ അവളാകെ. അത് കഴിഞ്ഞിട്ട് ഞാനാ ഒരു തുമ്മി ഇപ്പൊ വീഴുന്നുണ്ടല്ലോ, പട്ടി പെട്ടെന്ന് ഞെട്ടി നോക്കുന്നത്, ഇവള് ഒരൊറ്റ ചിരിയാണ്. അത് കഴിഞ്ഞപ്പോ അവക്ക് തോന്നി അച്ഛൻ വീണപ്പോ ഞാൻ ചിരിക്കാൻ പാടില്ലായിരുന്നു, എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഫീലിലിരിക്കുക. അപ്പൊ പറഞ്ഞു, മോളെ നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാര് പെട്ടെന്ന് ചിരിക്കും, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കണേ,
അയാൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാ. കൊള്ളാം. കാരണം അവളുടെ വിചാരം എന്ന് വെച്ചാൽ ആ ചിരിയിൽ എനിക്ക് ഫീൽ ചെയ്തു അവൾ ചിരിച്ചത്, അങ്ങനെ ഓർത്തു, അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ്. കാരണം ഇതൊരു ആക്സിഡന്റ് ആണല്ലോ, പക്ഷെ അതിന് നമ്മൾ ചിരിക്കരുതല്ലോ എന്നൊക്കെ തിങ്ക് ചെയ്ത് അച്ഛൻ വീഴുമ്പോൾ നമ്മൾ അങ്ങനെ ചിരിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, എന്തായാലും സോ ഹാപ്പി ദിലീപേട്ട. കാരണം നല്ല മൂവികൾ സംഭവിക്കുന്നത് എപ്പോഴും അടിപൊളിയാണ്. അതും ഇത്രയും ചിരിക്കാൻ പറ്റുന്ന മൂവികൾ സംഭവിക്കുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇപ്പോൾ ഈ സിനിമയിൽ കൂടുതൽ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിപ്പിക്കുക മാത്രമല്ല, ഞങ്ങളെ ഒന്ന് ഒരു കണ്ണ് നനയിപ്പിച്ചു കറക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് പവിത്രനെ ഇപ്പം മൈ ബോസിലെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്, ടു കൺട്രീസിലെ ക്യാരക്ടർ, കിങ് ലെയറിലെ ക്യാരക്ടർ ഇഷ്ടം. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സിന് എനിക്ക് ഇഷ്ടമായി. ഞാൻ അടുത്ത ഇത് പറയുകയാണ്, ഇപ്പം പാലം വക്കീലിലെ വിക്കൻ അഡ്വക്കേറ്റിനെ എനിക്ക് ഇഷ്ടം. എന്നുവെച്ചാൽ ഓരോ രീതിക്കുള്ള ഡിഫറെൻറ്റ് ഇതല്ലേ. അതുപോലെ എനിക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരാളാണ് പവിത്രൻ. ഇയാളുടെ രീതികളും കാര്യങ്ങളും, ഇയാളുടെ ശുദ്ധതയും ബ്രോയുമായിട്ടുള്ള മാത്രമല്ല, ഇതിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, മറ്റേ ലിപ് സോങ്സ് ഉണ്ട്, അടിയുണ്ട്, സങ്കടങ്ങളുണ്ട്, തമാശകളുണ്ട്, റൊമാൻസ് ഉണ്ട്. എല്ലാത്തിലൂടെയുമാണ് ഇത് വർക്കൗട്ടായിരിക്കും. പെറ്റുമായിട്ടുള്ള ഇമോഷനും അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും പെറ്റ്സ് ഉള്ളതാണ്. പെറ്റ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ ഇഷ്ടമാവും. പിന്നെ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരപ്പട്ടീനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ മരപ്പട്ടി വർക്കൗട്ട് ആവുമെന്ന് ആദ്യം ഞാൻ പരിശോധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പതുക്കെ ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് കൊണ്ടിട്ട് ഞാൻ പതുക്കെ മഹാലക്ഷ്മിനെ കാണിച്ചു. സാധനം കാണിച്ച് വളരെ ഇങ്ങനെ ഇതാണ് മരപ്പട്ടി, ഇതിൽ വരും ഇപ്പോൾ നോക്കിക്കോ. ഇവള് നോക്കിയപ്പോൾ അത് ആദ്യം വന്നപ്പോൾ തന്നെ ഇതായി. അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചത് ഞാൻ പറഞ്ഞു, ഇതാണ് മരപ്പട്ടി. നോക്കുമ്പോൾ അത് എൻ്റെ പുറത്ത് തന്നെ അവിടെ ചാടണു ഇവിടെ ചാടണു. വേക്ക് ഇവള് ചിരിച്ചിട്ട് സോ ക്യൂട്ട്. ഞാൻ പറഞ്ഞു, പിന്നെ വളർത്താൻ വേണോന്ന് ചോദിച്ചു. കാണാൻ ഇഷ്ടമാണല്ലേ? കാണാനൊക്കെ ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇഷ്ടം. തൂങ്ങിക്കിടന്ന് ഇങ്ങനെ നോക്കുക. വീട്ടിൽ പരീക്ഷ നോക്കാൻ പറഞ്ഞാൽ പിന്നെ ഓക്കെ ആണല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ക്യാച്ചി ആവും. അതെ, മൊത്തത്തിൽ കളർഫുൾ മിക്സ്ചർ ഓഫ് എവറിത്തിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇമോഷനും ഡാൻസും അല്ല, എല്ലാം കൂടി ഒത്തൊരു സിനിമയെ കിട്ടുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. തീർച്ചയായും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പവിത്രൻ്റെ ഒരു അയാൾ എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ, പടം മൊത്തം ഇരുന്ന് ഡബ്ബിങ്ങിനൊക്കെ വന്നിങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് ഫീൽ ഇയാൾ ചിരിപ്പിക്കുക വെച്ചാൽ അങ്ങനെയല്ല. ഇയാൾ മൊത്തത്തിലൊരു വേറൊരു ട്രാൻസിലേക്ക് പോകാമെന്ന് പറയില്ലേ, കുറച്ചുകൂടി കഴിഞ്ഞ് ഇയാൾ പ്രാന്തനായി പോകുമെന്ന് പറഞ്ഞ പോലെ ഇയാൾ ഒറ്റപ്പെട്ടു. ഇയാൾ എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ. അതെ, ഇടയ്ക്കിടയ്ക്ക് രാത്രി വീട്ടിൽ പോയി നോക്കുന്നു. ഇയാൾ ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരു അതാണ് ഇയാൾ ഉണ്ടാക്കുന്ന പിന്നത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട. അടുത്തും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി പടങ്ങൾ ഇനിയും വരട്ടെ, പല ജോണേഴ്സിൽ. കാരണം ദിലീപേട്ടന് എല്ലാ ജോണേഴ്സിലും പടം ചെയ്യുന്ന ആളാണ്. സോ കോമഡി ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്. ദെൻ എല്ലാ ജോണേഴ്സും വരട്ടെ. ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്.